അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിന്ന് വളരെ രസകരമായ ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ഉസ്താദ് ഒരു കാര്യം കാണിച്ചു തരട്ടെ. എല്ലാവരും എന്റെ ഈ വലതു കൈയിലേക്ക് നോക്കിയേ. എന്താണിത്? അതെ, ഇതൊരു ചെറിയ കളിപ്പാട്ട വീടാണ്, ബിൽഡിംഗ്. നോക്കിക്കേ, ഉസ്താദ് ഇതിനെ മേശപ്പുറത്തു വെക്കുന്നു. ഇനി ഇതാ കസേരയിൽ വെക്കുന്നു. ഇനി തറയിലും വെക്കുന്നു. ഇതിന്റെ രൂപത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല അല്ലേ? അതെവിടെ വെച്ചാലും വീട് വീട് തന്നെ. അതിന് ഒരു മാറ്റവുമില്ല. ഇനി എല്ലാവരും ജനലിലൂടെ ആകാശത്തേക്കൊന്ന് നോക്കിയേ. അവിടെ കാണുന്ന മേഘങ്ങൾ കണ്ടോ? രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു രൂപം, ഉച്ചയ്ക്ക് നോക്കുമ്പോൾ വേറൊരു രൂപം. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ശരിയല്ലേ? അറബി ഭാഷയിലും ഇതുപോലെ രണ്ട് കൂട്ടരുണ്ട് മക്കളെ. ചില വാക്കുകൾ ആ വീട് പോലെയാണ്. അവ വാക്യത്തിൽ എവിടെ വന്നാലും ഒരു മാറ്റവും സംഭവിക്കില്ല, എപ്പോഴും ഒരേപോലെ നിൽക്കും. എന്നാൽ വേറെ ചില വാക്കുകളുണ്ട്. അവ മേഘങ്ങളെപ്പോലെയാണ്. വാക്യത്തിലെ സ്ഥാനവും സാഹചര്യവും മാറുമ്പോൾ അവയുടെ അവസാനത്തെ അക്ഷരത്തിലെ ചിഹ്നം, ഹറക്കത്ത്, മാറിക്കൊണ്ടിരിക്കും. ആ മാറാത്ത, മാറ്റമില്ലാത്ത വാക്കുകളെ നമ്മൾ മബിനിയ് എന്ന് വിളിക്കും, ബിൽഡിംഗ് പോലെ ഓർക്കുക. എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വാക്കുകളെ മുഅറബ് എന്നും വിളിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ ലിസാനുൽ ഖുർആൻ പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. എല്ലാവരും പുസ്തകം തുറന്നേ. അൽ കഅബത്തു ഖിബ്ലത്തുന. അൽ കഅബത്തു ഖിബ്ലത്തുന. കഅബ നമ്മുടെ ഖിബിലയാണ്. ഇതാണ് പാഠത്തിന്റെ പേര്. നമുക്ക് ആദ്യത്തെ വരികൾ വായിക്കാം. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ? ഹൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. റഅയ്തും നിങ്ങൾ കണ്ടോ? ഹാദ ഇത് അല്ലെങ്കിൽ ഈ. അൽ ബൈത്ത വീട്. ഹാദ ബൈത്തുല്ലാഹിൽ ഹറാം. ഹാദ ബൈത്തുല്ലാഹിൽ ഹറാം. ഇത് ആദരണീയമായ അല്ലാഹുവിന്റെ ഭവനമാണ്. ഹാദ ഇത്. ബൈത്തു ഭവനം. അല്ലാഹി അല്ലാഹുവിന്റെ. യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി ഫീ സ്വലവാതിഹിം. യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി ഫീ സ്വലവാതിഹിം. മുസ്ലിംകൾ അവരുടെ നിസ്കാരങ്ങളിൽ ഈ ഭവനത്തിലേക്ക് തിരിയുന്നു. യതവജ്ജഹു തിരിയുന്നു. അൽ മുസ്ലിമൂന മുസ്ലിങ്ങൾ. ഇലാ ലേക്ക്. ഹാദൽ ബൈത്തി ഈ വീട്ടിലേക്ക്. ഫീ ല്. സ്വലവാതിഹിം അവരുടെ നിസ്കാരങ്ങളിൽ. ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു ശരീഫത്തു. ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു ശരീഫത്തു. ഈ ഭവനം അതാണ് ആദരണീയമായ കഅബ. ഹിയ അവ്വലു ബൈത്തിൻ വുളിഅ ലിഇബാദത്തില്ലാഹ്. ഹിയ അവ്വലു ബൈത്തിൻ വുളിഅ ലിഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണത്. മക്കളെ, ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വരികളിൽ നീല നിറത്തിൽ കൊടുത്ത ബൈത്ത് എന്ന വാക്ക് ശ്രദ്ധിച്ചോ? ആദ്യത്തെ വരിയിൽ അത് അൽ ബൈത്ത എന്നായി, രണ്ടാമത്തെ വരിയിൽ ബൈത്തു എന്നായി, മൂന്നാമത്തെ വരിയിൽ അൽ ബൈത്തി എന്നായി. കണ്ടോ? സാഹചര്യത്തിനനുസരിച്ച് അത് മേഘം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അതെ, മുഅറബ്. എന്നാൽ പച്ച നിറത്തിൽ കൊടുത്ത ഹാദ എന്ന വാക്ക് നോക്കിയേ. അതെവിടെ വന്നാലും ഹാദ എന്ന് തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. വീടുപോലെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതെന്താണ്? വളരെ ശരി, അതാണ് മബിനിയ്. ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. വാക്യത്തിലെ സ്ഥാനത്തിനനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരുന്നവയാണ് മുഅറബ് എന്നും മാറ്റം വരാത്തവയാണ് മബിനിയ് എന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ പാരഗ്രാഫ് എല്ലാവരും നന്നായി വായിച്ചു പഠിക്കണം. ഇൻഷാ അല്ലാഹ് പാഠത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പീരീഡിൽ പഠിക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. കൂടുതൽ ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.